നമസ്കാരം. ഞാൻ CS രാജീവ് തെക്കേറ്റിൽ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എക്സാം സപ്പോർട്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണുള്ളത്. CS ഗുരുകുലമാണ്. ഈ വീഡിയോ പെർട്ടിക്കുലർലി ജൂൺ 1, 2025 സ്റ്റാർട്ട് ചെയ്യുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതിനാണ്. അതുകൊണ്ട് മറ്റുള്ള വീഡിയോകളെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് പോലെ എന്നെ വലിച്ച് കാണാതിരിക്കുക, മുഴുവനും കാണുക. കാരണം ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടാകും. എനിക്കറിയാം നിങ്ങളുടെ എല്ലാം പ്രിപ്പറേഷൻസ് ആൾമോസ്റ്റ് അവസാനത്തെ സ്റ്റേജിലാണ്. നിങ്ങൾ എല്ലാവരും 2, 3, 4 പ്രാവശ്യം ഇപ്പോൾ നമ്മൾ അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവിഷൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ പഠിച്ച് ഇനി അതിൽ എന്ത് പഠിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നൊരു സമയമാണ്. പലരും അവസാനത്തെ ദിവസങ്ങളിൽ പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകളെ കുറിച്ച് ഡിസ്കഷൻ നടത്തുന്നുണ്ടാകാം. CS എക്സിക്യൂട്ടീവിൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് മോഡ്യൂളിൽ CAFM അല്ലെങ്കിൽ ടാക്സിലോ ആയിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നുണ്ടാവുക. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത് കൂടുതൽ പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ഓരോ പേപ്പറായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. CS എക്സിക്യൂട്ടീവാണ് ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. CS എക്സിക്യൂട്ടീവിലെ ആദ്യത്തെ മോഡ്യൂളിൽ JIGL എന്നുള്ള പേപ്പർ നമ്മൾ ആദ്യത്തെ മോഡ്യൂളിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. JIGL എന്നുള്ള പേപ്പർ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, CPC CRPC എവിഡൻസ് ആക്ട് ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ 3 ചാപ്റ്ററിൽ നിന്നും ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ആൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. CRPC പോലെ തന്നെയുള്ള പ്രൊവിഷൻസ് ആണ് അതിലുള്ളത്. വളരെ ചെറിയ ഫൈൻ ട്യൂണിങ് മാത്രമാണ് പ്രൊവിഷൻ വൈസ് നമുക്ക് ആക്ച്വലി കാണാൻ സാധിക്കുള്ളൂ. അതർവൈസ് ദർ ഇസ് നത്തിങ് ടു വറി. ഒരു ചാപ്റ്ററും വിട്ടു പഠിക്കാതിരിക്കുക. കാരണം അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വിട്ടു പഠിക്കും എന്നവർ പ്രതീക്ഷിക്കും. അപ്പോൾ വിടാൻ സാധ്യതയുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ജാസ്തി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകും. അപ്പോൾ അതിനൊരു അവസരം കൊടുക്കരുത്. JIGL ഒരു ചാപ്റ്റർ പോലും വിട്ടേക്കരുത്. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസ് ലോസ് ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ www.arthacs.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ കേസസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. കേസുകൾ നോക്കുക. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം ഉത്തരം എഴുതാൻ ശ്രമിക്കുക. JIGLൊക്കെ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടായേക്കാം. ജനറലായിട്ട് പറയുന്നതാണ്, ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടായേക്കാം. ഈ ലെങ്തി ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, വായിക്കുക, വായിച്ച് പരീക്ഷ എഴുതുക. ഉത്തരങ്ങൾ ടു ദ പോയിന്റ് ആക്കാതിരിക്കുക. അതിനെ ഉത്തരങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു മെയിൻ പാർട്ട് ആൻഡ് കൺക്ലൂഷൻ എന്ന സ്റ്റേജിൽ അതൊരു ഹോൾ ആൻസർ എഴുതാൻ ശ്രമിക്കുക. അത് പ്രോബ്ലം പേപ്പർ ആണെങ്കിലും അല്ലെങ്കിൽ തിയറി പേപ്പർ ആണെങ്കിലും അതിന് ശ്രമിക്കുക. ജൂറിസ്പ്രുഡൻസിൽ ഒരു ചാപ്റ്ററും വിട്ട് പഠിക്കരുത് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റേജ് ഞാൻ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് ഷീറ്റ് ഞാൻ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ അർത്ത CS-ന്റെ ടെലഗ്രാം ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളത് നോക്കുക. ഏറ്റവും അവസാനം നിങ്ങൾ ഈ ടോപ്പിക്കുകൾ പഠിച്ചുവോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ ഉറപ്പായും മനസ്സിലാക്കുക. സെറ്റിംഗ് അപ്പിലേക്ക് പോകുന്ന സമയത്ത് സെറ്റിംഗ് അപ്പിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരാൻ സാധ്യത കൂടുതൽ. ആൻഡ് ലേബർ ലോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഒട്ടും വിട്ടു പഠിക്കരുത്. അത് മുഴുവനും പഠിച്ചെടുക്കുക. കാരണം 40 മാർക്ക് നിങ്ങളുടെ മുമ്പിൽ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. LLPയുടെ ക്രിയേഷൻ, സ്റ്റാർട്ടപ്പിന്റെ ക്രിയേഷൻ, SMEയുടെ രജിസ്ട്രേഷൻ, ഈ ഏരിയകളിൽ ധാരാളം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സെറ്റിംഗ് അപ്പിൽ ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആണെന്നും നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുവരികയാണെന്നും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സ്പൈസ് പ്ലസ് ഒരു തരത്തിലും മറക്കേണ്ടാത്ത, ഒരിക്കലും വിട്ടുപോകരുത്. ഫിലിപ്പിന്റെ രജിസ്ട്രേഷൻ, ഫിലിപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. വേരിയസ് ഇനീഷ്യൽ രജിസ്ട്രേഷൻസ്, അത് ആ ചാപ്റ്റർ നന്നായിട്ട് നോക്കണം. കാരണം അതിൽ ചിലപ്പോൾ FSSAI ഒക്കെ ചോദിച്ചോളേ. അപ്പോൾ ഒരു ടോപ്പിക്കും വിട്ടു പഠിക്കാതിരിക്കുക. മറിച്ച് പഠിക്കുക. കമ്പനി ലോ ഞാൻ പറയേണ്ട കാര്യമില്ല.
കമ്പനിയിലോ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും പരീക്ഷ. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു വാസ്റ്റ് ടോപ്പിക് എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. കമ്പനി ലോയിലും നിങ്ങളൊരു കമ്പനി സെക്രട്ടറി പെർസ്പെക്റ്റീവിൽ ആൻസർ എഴുതാൻ ശ്രമിക്കുക. എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾ കവർ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഷീറ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ. ആ എക്സ്പെക്റ്റഡ് ഷീറ്റ് എടുത്ത എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് അറിയും എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി വൺ ഓഫ് ദ മോസ്റ്റ് ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് CAFM എന്ന് പറയുന്നത്, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നിങ്ങൾക്ക് ഞാൻ 100 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നും മിനിമം പ്രോബ്ലം ചാപ്റ്ററിൽ നിന്നെല്ലാം മിനിമം ഒരു 2-3 പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആവട്ടെ, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആവട്ടെ, രണ്ടിലും പ്രോബ്ലമാണ് ഫോക്കസ് വരിക. 70% പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ, അലോട്ട്മെന്റ്, ഫോർഫീച്ചർ, റീഇഷ്യൂ ഇത് ചേർന്നൊരു പ്രോബ്ലം വരാം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് കൺസോൾട്ടേഷൻ ഓഫ് അക്കൗണ്ട്സിൽ ഒരു പ്രോബ്ലം വരാം. ക്യാഷ് ഫ്ലോ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചേക്കാം. ഫോർകാസ്റ്റിംഗ് ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഏരിയകളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഡിബഞ്ചറുകളിലാണെങ്കിൽ ഡിബഞ്ചറിന്റെ സിങ്കിങ് ഫണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നേക്കാം. റിഡംഷനിൽ പ്രോഫിറ്റ് ലോസ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നേക്കാം. ഈ പ്രോബ്ലംസ് ഒരിക്കലും ദയവ് ചെയ്ത് വായിച്ച് പഠിക്കാതിരിക്കുക, ചെയ്ത് പഠിക്കുക. ഒരു പേപ്പർ എടുക്കുക, പ്രോബ്ലം വായിക്കുക, ഉത്തരം വായിക്കുക, മനസ്സിലായെന്ന് വിശ്വസിക്കുക. വീണ്ടും ആ പ്രോബ്ലം ഒന്നും നമ്മൾ ഉത്തരം നോക്കാതെ തന്നെ പേപ്പറിൽ ചെയ്ത് പഠിക്കുക. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് മാർജിനൽ കോസ്റ്റിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയകളാണ്. പ്രോബ്ലം ചെയ്യാതെ നിങ്ങൾക്ക് ഈ പേപ്പർ പാസ്സാകാൻ പറ്റില്ല. ഞാനത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. ക്വസ്റ്റ്യൻസ് വായിച്ച് പ്രോബ്ലം ചെയ്യുക. ഇനി CAFMൽ ഉത്തരം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. വെറുതെ നമുക്കൊരു ചോദ്യം തരുമ്പോൾ, ഉദാഹരണം ഒരു പിയർ റേഷ്യോ കണ്ടെത്താൻ പറഞ്ഞു എന്ന് കരുതുക. പിയർ റേഷ്യോ എന്താണെന്നും പിയർ റേഷ്യോയുടെ ഫോർമുല എന്താണെന്നും അതിലേക്ക് അപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടെത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടില്ല. ഐ ആം മേക്കിംഗ് മൈ പോയിന്റ് വെരി ക്ലിയർ. PE റേഷ്യോ നിങ്ങൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടെത്താൻ പറയുകയാണെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ എഴുതുകയും അതിലേക്ക് ഫിഗർ അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്തുകയും ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് വാട്ട് ഈസ് PE റേഷ്യോ അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് എഴുതുക. അതിന്റെ റിലവൻസ് എന്താണെന്ന് എഴുതുക. അതിനുശേഷം അതിന്റെ കമ്പോണന്റ് കണ്ടുപിടിച്ച് ഉത്തരം എഴുതുക. ആ ഉത്തരത്തിൽ നിന്നും നിങ്ങൾ ഒരു അനാലിസിസ് നടത്തുക. എന്താണ് ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഇങ്ങനെ ആയതുകൊണ്ട് ഈ കമ്പനിക്ക് ഇങ്ങനെ ഗുണമുണ്ടാകാം, ഇങ്ങനെ ദോഷമുണ്ടാകാം, ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു ഫുൾ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും എഴുതാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മുഴുവനുമായിട്ടും മാർക്ക് കിട്ടും. സോ ഫസ്റ്റ് മോഡ്യൂൾ എഴുതുന്ന കുട്ടികളോട്, CS എക്സിക്യൂട്ടീവിന്റെ ഫസ്റ്റ് മോഡ്യൂൾ എഴുതുന്ന കുട്ടികളോട് അർത്ത് ആൻഡ് ഷൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ടെലഗ്രാം ചാനൽ ദയവായി ഫോളോ ചെയ്യുക. അതിൽ ധാരാളം ഞാൻ ഡോക്യുമെന്റ്സ്, നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിക്കുക. നമ്മുടെ അടുത്ത ബാച്ച് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ജൂൺ 2nd വീക്കിൽ നമ്മൾ ആരംഭിക്കും. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇത് ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്ന കുട്ടികളുടെ ലാസ്റ്റ് മിനിറ്റ് ഫ്രസ്ട്രേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. സോ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ടതില്ല. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഒരു കാര്യവും പുതുതായിട്ട് പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഒരു പുതിയ ടോപ്പിക്കും പഠിക്കേണ്ട. ഞാൻ അയച്ചു തന്നിരിക്കുന്ന അനാലിസിസ് ഷീറ്റ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യുക. അത് മുഴുവനും ടോപ്പിക്ക് പഠിക്കുക. CAFMൽ മാത്രം പ്രോബ്ലം ചെയ്ത് പഠിക്കുക. മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക. കാരണം പ്രോബ്ലമാണ് സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. വാട്ട് ഈസ് യുവർ സൊല്യൂഷൻ? ടു ബിക്കം എ കമ്പനി സെക്രട്ടറി അല്ലേ? സോ വളരെ എന്തെങ്കിലും സംശയം ഇതിനിടയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എക്സാമുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി പാലക്കാടാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ വരുന്നതെങ്കിൽ പാലക്കാട് ഞാൻ എക്സാമിനേഷൻ ഹാളിൻ്റെ മുമ്പിലുണ്ടായിരിക്കും. ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് സന്തോഷം. ഞാൻ നിങ്ങളുടെ 10 മിനിറ്റാണ് എടുത്തത്. ഐ എം സോറി ഫോർ ദാറ്റ്. പക്ഷേ ഈ 10 മിനിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളൊപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. കാരണം ഞാൻ നിങ്ങളെ ഒരു കമ്പനി സെക്രട്ടറി ആയി കാണാൻ ആഗ്രഹിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.